ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് അല്ലേ, ഇ എന്ന് പറയുന്ന എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ അല്ലേ. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ക്ലോഷർ is a splitting field over F if and only if every automorphism on F closure leaving F fixed induces an automorphism on E. That we proved in our last video. In this video, we are going to define a new term, new concept. When will we can say that a polynomial f of x in capital letter F of x. What is capital letter F of x? It is the ring of polynomials in the indeterminate x with the coefficient from f. So, when will we can say that? Also, you just assume that E is an extension field of f. Okay. So, this is a polynomial in f of x. We can say that this f of x splits in E. Splits in an extension field of f. Here we take the extension field as E. So, when will we can say that this f of x, small letter f of x, this polynomial splits in E. F of x, small letter f of x splits in E if it factors into a product of linear factors in E of x. What is E of x? It is the collection of all polynomials in the indeterminate x with the coefficient from E. Okay. So, when if we can factorize a polynomial in capital letter F of x as a product of linear factors in capital letter E of x, we can say that that polynomial splits in E. Okay. For example, suppose you just take a polynomial. ഞാനിപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ തന്നെ പറയാം, കാര്യം എക്സാമിന്. ഇറ്റ് ഈസ് എ ബൈക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സ് റേസ്ഡ് ടു 4 മൈനസ് 5x² പ്ലസ് 6. This is a polynomial. You can consider this as a polynomial in Q of x. Okay. നമുക്ക് നോക്കേണ്ടത് ഈ പോളിനോമിയൽ നമ്മളെപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ക്യൂവിന് വരുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഇത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ പോളിനോമിയൽ സ്പ്ലിറ്റ്സ് ഇൻ, ഇവിടെ ഇക്ക് പകരം Q of √2, √3 ആണോന്ന് നോക്കണം. ആവണമെങ്കിൽ എന്താ വേണ്ടത് ഈ പോളിനോമിയലിൽ നമ്മൾക്ക് ലീനിയർ ഫാക്ടേഴ്സ് അല്ലെ, അതിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് Q of √2, √3 of xൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ സീറോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾക്കറിയാം. x² പകരം y കൊടുത്തു കഴിഞ്ഞാൽ y² മൈനസ് 5y പ്ലസ് 6 എന്ന് കിട്ടും. നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ y കണ്ടുപിടിച്ചതിന് ശേഷം എക്സിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x വാല്യൂസ് കിട്ടും അല്ലേ. അപ്പോൾ ഇതിൻ്റെ സീറോസ് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾക്കറിയാം. ആരൊക്കെയാണ് ഇതിൻ്റെ സീറോസ്? പ്ലസ് ഓർ മൈനസ് √2, പ്ലസ് ഓർ മൈനസ് √3 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കൂ. എക്സ് പ്ലസ്, അതായത് പ്ലസ് √2 ഒരു റൂട്ടാണ്, സോ എക്സ് മൈനസ് √2 ഒരു ഫാക്ടറാണ്. മൈനസ് √2 ഒരു റൂട്ടാണ്, സോ എക്സ് പ്ലസ് √2 ഒരു ഫാക്ടറാണ്. എക്സ് പ്ലസ് √3 ഒരു റൂട്ടാണ്, സോ എക്സ് മൈനസ് √3 ഒരു ഫാക്ടറാണ്. മൈനസ് √3 ഒരു റൂട്ടാണ്, സോ എക്സ് മൈനസ് -3 ഒരു ഫാക്ടറാണ് അല്ലേ. എക്സ് മൈനസ് √3 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് √3. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ 4 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്, അപ്പോൾ 4 ഫാക്ടേഴ്സ് കിട്ടി. സോ വി ക്യാൻ ഫാക്ടറൈസ് ദിസ് പോളിനോമിയൽ ലൈക്ക് ദിസ്. ഓരോ ഫാക്ടറും എന്താണ്? ലീനിയർ ഫാക്ടേഴ്സ് ആണ്. ഓരോന്നും എവിടെയുള്ളതാണ് അല്ലേ? കോഎഫിഷ്യൻസ് ആർ ടേക്കൺ ഫ്രം ദിസ് ഫീൽഡ്. സോ ദിസ് പോളിനോമിയൽ, വി ക്യാൻ സേ ദാറ്റ് ദിസ് പോളിനോമിയൽ സ്പ്ലിറ്റ്സ് ഇൻ Q of √2, √3. കിട്ടിയോ? ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റും. കിട്ടിയല്ലോ.
ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ് ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ തുടങ്ങുന്ന സമയത്തിൽ നമ്മൾ പറഞ്ഞു ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ക്ലോഷർ എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവരി ഓട്ടോമോർഫിസം ഓൺ എഫ് ക്ലോഷർ ലീവിംഗ് എഫ് ഫിക്സഡ് ഇൻഡ്യൂസസ് ആൻ ഓട്ടോമോർഫിസം ഓൺ ഇ. So, if E is a splitting field, E ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. E is a splitting field over F. Okay. Now, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് കേട്ടോ ഇതും ഇതിൻ്റെ കൊറോളറി ഇതെല്ലാം നിങ്ങളുടെ ആ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്തിട്ടുള്ള തിയറത്തിൻ്റെ കൊറോളറി ആയിട്ടാണ് വരുന്നത്. ഇത് ഫസ്റ്റ് കൊറോളറി ആണ്. അപ്പോൾ നമുക്ക് ആ കൊറോളറി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ലെസ് ദാൻ ഓർ ഇ ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ്, ദെൻ എവറി irreducible polynomial in capital letter F of x having a zero in E splits in E. അത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇ എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ആണ് അല്ലേ. ദെൻ എവറി ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ്. അതിൻ്റെ പ്രത്യേകത എന്താ? ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ഒരു സീറോ എവിടെ കിടക്കുന്നുണ്ട്? ഇയിൽ കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പോളിനോമിയൽ സ്പ്ലിറ്റ്സ് ഇൻ ഇ എന്ന് പ്രൂവ് ചെയ്യണം. ഒരു പോളിനോമിയൽ ഒരു സീറോ ഇയിൽ കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ സ്പ്ലിറ്റ്സ് ഇൻ ഇ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ് കേട്ടോ. ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ്. ഇയിൽ ഇറഡ്യൂസിബിൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവന്നാൽ മൊത്തം കൺഫ്യൂഷൻ ആവും. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ എഫ് ആണ്. അത് സ്പ്ലിറ്റ്സ് ഇൻ ഇ എന്നാണ് കാണിക്കാനുള്ളത്. ഈ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ആണ്. അപ്പോൾ അത് ഇറഡ്യൂസിബിൾ ഓവർ ഇ ആവണമെന്നൊന്നുമില്ല. അല്ല അത് കിട്ടിയോ? അപ്പോൾ ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ് എന്ന് നമ്മൾ മനസ്സിലാലോചിക്കണം. എന്തെങ്ങനെയാണ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തിട്ട് ഇവിടെ ലീനിയർ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നതെന്നൊന്നും വിചാരിക്കരുത്. ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത് അതായത് ഇ എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ആണെങ്കിൽ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് ഓഫ് എക്സിൽ കൺസിഡർ ചെയ്യുന്നു. എങ്ങനെയുള്ള ഇറഡ്യൂസിബിൾ പോളിനോമിയൽ? ആ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ ഒരു സീറോ ഇയിൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ സ്പ്ലിറ്റ്സ് ഇൻ ഇ എന്നാണ് കാണിക്കാനുള്ളത് അല്ലേ. ഇതിൽ വല്ലതും പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? നമ്മളുടെ ആ നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്യുന്ന സമയത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മൾ ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് നമ്മൾ എങ്ങനെയാണ് അവിടെ കളക്ഷൻ ഓഫ് പോളിനോമിയൽസ് കൺസ്ട്രക്ട് ചെയ്തത് എഫ് ഓഫ് എക്സിൽ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ആൻ അവിടെ ജി ഓഫ് എക്സ് എടുത്തെന്ന് തോന്നുന്നു അല്ലേ. ഇഫ് ജി ഓഫ് എക്സ് ഈസ് ആൻ irreducible polynomial in capital letter F of x, g of x is irreducible polynomial in f of x having a zero in e. നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? then e contains all the zeros of this polynomial. ഒരു സീറോ ഇയിലുണ്ടെങ്കിൽ ബാക്കി എല്ലാ സീറോസും ഇയിലുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ജി ഓഫ് എക്സിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയിട്ടല്ലേ നമ്മൾ ഇനെ കൺസിഡർ ചെയ്തത്. ആ രീതിയിലല്ലേ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് കളക്ഷൻ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇ ഇസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ്. സോ അപ്പോൾ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഉണ്ട് ഹാവിംഗ് എ സീറോ ഇൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറത്തിന്റെ സെക്കൻഡ് പാർട്ട് പ്രകാരം ആ പോളിനോമിയലിന്റെ ആ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ ബാക്കി എല്ലാ സീറോസും എവിടെ തന്നെയുണ്ട്? ഇയിൽ തന്നെയുണ്ട് അല്ലേ. അപ്പൊ ഇ എന്ന് പറയുന്ന ആള് ഈ പോളിനോമിയലിന്റെ എല്ലാ സീറോസിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ആളാണ്. കിട്ടിയല്ലോ. അപ്പൊ എന്തു പറയാൻ പറ്റും? ഫാക്ടറൈസേഷൻ ഇൻടു ലീനിയർ ഫാക്ടേഴ്സ് is possible in actually take place in
capital letter E of x. That means that polynomial splits in E. Okay? അത് ആ തിയറത്തിന്റെ സെക്കൻഡ് പാർട്ട് പ്രകാരം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഞാൻ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പറയാം. കാർഡിനാലിറ്റി ഓഫ് G of E over F എന്ന് പറഞ്ഞാൽ എന്താ? G of E over F എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അത് നമ്മൾ നേരത്തെ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. G of E over F is the group of E over F. What is the group of E over a field F? It is the collection of all automorphisms on E leaving F fixed. Okay? G of E over F is what? It is the collection of all automorphisms on E leaving F fixed. ആ ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആവുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനൊരു കണ്ടീഷൻ ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ ഒരു സാധനം ഇപ്പൊ ഞാൻ എഴുതും. അത് ചില കണ്ടീഷൻസ് ഇയും എഫും എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് അത് എഴുതാൻ പറ്റുക. അപ്പൊ ഞാൻ എഴുതാൻ പോകുന്ന എന്താ വെച്ചാൽ, നമ്മൾ എടുക്കാൻ പോകുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇ എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ്. അങ്ങനെയാണെങ്കിൽ every isomorphism on E, every isomorphism from E onto a subfield of F closure, every isomorphism from E onto a subfield of F closure leaving F fixed. That actually in the index of E over F. What is index of E over F? It is the number of isomorphism from E onto a subfield of F closure leaving F fixed. Okay. So, if E is a splitting field over F, then every isomorphism from E onto a subfield of F closure leaving F fixed is an automorphism on E. That means that belongs to automorphism on E leaving F fixed. Okay. അപ്പോൾ ഇനി നമുക്ക് ഈ ഇൻഡെക്സ് ഒക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുക ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആവണം. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആവുമ്പോഴാണല്ലോ ഇൻഡെക്സും, അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് ആയിരിക്കും ഇഫ് ഇ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെങ്കിൽ. അപ്പൊ എന്താ പറയുന്നത്? ജനറൽ കേസ് എന്താ? ഇ ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ്. If E is a splitting field over F, then every isomorphism from E onto a subfield of F closure leaving F fixed. That means അത് ഇപ്പോൾ ഇൻഡെക്സിലേക്ക് ഒന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരാൾ ഇതൊന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഇൻഡെക്സിൽ വരുന്ന ഒരു നമ്പർ അല്ലേ ഇത്, അല്ലേ? ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഐസോമോർഫിസം ഫ്രം ഇ ഓൺ ടു എ സബ്ഫീൽഡ് ഓഫ് എഫ് ക്ലോഷർ ലീവിങ് എഫ് ഫിക്സഡ്. സോ ഇഫ് E is a splitting field over F, then every isomorphism, ഇന്നൊരാളെ എടുക്കുകയാണ്, ഇന്നൊരു ഐസോമോർഫിസം എടുത്തു റോ, then if E is a splitting field over F, then every isomorphism from E onto a subfield of F closure leaving F fixed is actually an automorphism on E leaving F fixed. അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് ഒരാൾ എടുക്കുമ്പോൾ നേരെ ഇങ്ങോട്ടാ പോകുന്നത്, അല്ലേ? ഇനി ഇ എന്ന് പറയുന്ന ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ്, അല്ലെ? അപ്പൊ നമ്മൾ ആ തിയറം നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ടു ബി എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. ഇ ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി ഓട്ടോമോർഫിസം ഓൺ എഫ് ക്ലോഷർ ലീവിംഗ് എഫ് ഫിക്സഡ് ഇൻഡ്യൂസസ് ആൻ ഓട്ടോമോർഫിസം ഓൺ ഇ. എവറി ഓട്ടോമോർഫിസം ഓൺ എഫ് ക്ലോഷർ ലീവിംഗ് എഫ് ഫിക്സഡ് induces an automorphism on E. So suppose you just take an isomorphism. You just take an isomorphism from E onto a subfield of F closure. That isomorphism leaves F fixed. Okay. By using isomorphism extension theorem,
ബൈ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം. അപ്പോൾ ഇത് സിഗ്മ എടുത്തോളൂ കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിലെ നൊട്ടേഷൻ ഞാൻ എടുത്തില്ല എന്ന് വേണ്ട. ബൈ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഐസോമോർഫിസത്തിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ടോ എന്ന് പറയുന്ന ആളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഇതിൻ്റെ എന്ത് വേണം, ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ വേണം അല്ലേ. എഫ് ക്ലോഷർ എന്ന് പറയുന്നത് ക്ലിയർലി നമ്മൾ ഇതാണല്ലോ, ഈ എഫ് ലെസ് ദൻ ഓർ ഈക്വൽ ടു ഇ ലെസ് ദൻ ഓർ ഈക്വൽ ടു എഫ് ക്ലോഷർ ആണ്. ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ വിച്ച് ഈസ് ഓൾജിബ്രൈക്ക്ലി ക്ലോസ്ഡ്. അപ്പോൾ നോക്കൂ, നമ്മൾ വി ക്യാൻ എക്സ്റ്റെൻഡ് ദിസ് ഐസോമോർഫിസം to, if we take the algebraic extension of E as F closure, then we can extend this isomorphism to F closure. അല്ലേ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിലുള്ള ഐസോമോർഫിസം കണ്ടുപിടിക്കാൻ പറ്റും. ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം പ്രകാരം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള ഐസോമോർഫിസം കണ്ടുപിടിക്കാൻ പറ്റും, ഐസോമോർഫിസം ഓൺ എഫ് ക്ലോഷർ ലീവിങ് എഫ് ഫിക്സഡ്. ദാറ്റ് മീൻസ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമോർഫിസം, അതായത് എഫ് ക്ലോഷറിലോട്ട് വരിക, കിട്ടിയോ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എൻ ഓട്ടോമോർഫിസം ഓൺ എഫ് ക്ലോഷർ ലീവിങ് എഫ് ഫിക്സഡ് അല്ലേ. ആ രീതിയിലുള്ള എക്സ്റ്റൻഷൻ എടുത്താൽ മതി. ഓട്ടോമോർഫിസം ആവുന്ന രീതിയിലും ലീവിങ് എഫ് ഫിക്സഡ് അല്ല, ഓൾറെഡി ലീവിങ് എഫ് ഫിക്സഡ് ആയതുകൊണ്ട് ഇത് ഓട്ടോമോർഫിസം ഓൺ എഫ് ക്ലോഷർ ആവുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി, കിട്ടിയോ. ഇനി നമുക്ക് പറയാൻ പറ്റും ഇ എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ആണ്. അപ്പോൾ ആ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ പ്രകാരം എവറി ഓട്ടോമോർഫിസം ഓൺ എഫ് ക്ലോഷർ ലീവിങ് എഫ് ഫിക്സഡ് ഇൻഡ്യൂസസ് ആൻ ഓട്ടോമോർഫിസം ഓൺ ഇ. സോ ഫ്രം ദിസ് ഓട്ടോമോർഫിസം വി ക്യാൻ കൺസ്ട്രക്ട് ആൻ ഓട്ടോമോർഫിസം ഓൺ ഇ. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടുന്ന തുടങ്ങിയത്, ഇയിൽ നിന്നൊരു ഐസോമോർഫിസം ലീവിങ് എഫ് ഫിക്സഡ് തുടങ്ങിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ഒരു ഓട്ടോമോർഫിസം ഓൺ ഇ കിട്ടി, ലീവിങ് എഫ് ഫിക്സഡ്, കിട്ടിയോ. അപ്പോൾ ആക്ച്വലി എന്താണ്, ഒരു ഐസോമോർഫിസം എടുക്കുമ്പോൾ ഒരു ഓട്ടോമോർഫിസം കിട്ടുന്നു, മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും നമ്പർ എന്താണ്, സെയിം ആയിരിക്കും. ഇത് ഫൈനൈറ്റ് ആണെങ്കിൽ ഫൈനൈറ്റ് എന്നല്ല, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെങ്കിലാണ് ഇവിടെ ഇൻഡെക്സ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് പറയാം. അപ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കും ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ആണെങ്കിൽ. ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ആണെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ഓർഡറും ഇൻഡെക്സും എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ, ഫൈനൈറ്റ് എക്സ്റ്റൻഷനും കൂടെ ആണെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു റിസൾട്ടും കൂടെ പറയാം. അതായത് ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന അത് നമ്മൾ ഇനി പിന്നീടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്, എങ്കിലും നമ്മളോട് പ്രോബ്ലം ചെയ്യേണ്ടത് കൊണ്ട് ഒന്നും കൂടെ പറയുകയാണ് ഞാൻ. നമ്മൾ എടുക്കുന്ന ഫീൽഡ് എഫ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡാണെന്ന് വിചാരിക്കുക. ഇവിടെ എടുത്തിട്ടുള്ള എഫ് ക്യാരക്ടറിസ്റ്റിക് 0, അതായത് QRC ഒക്കെ പോലെയുള്ള ഫീൽഡുകളാണെങ്കിൽ, ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ട് വരുന്ന ഫീൽഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ഫൈനൈറ്റ് ഫീൽഡ് ആയാലും മതി, കിട്ടിയോ. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡെക്സ് എന്ന് പറയുന്ന ആരോട് ഈക്വൽ ആയിരിക്കും, ഡിഗ്രി ഓഫ് ഇ ഓവർ എഫിനോട് ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ പ്രൂവ് ചെയ്യും അടുത്ത സെക്ഷനിലാന്ന് മാത്രം, കിട്ടിയോ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും, കിട്ടിയല്ലോ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാലോചിക്കുക, അതെങ്ങനെ കിട്ടി എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അപ്പോൾ നമ്മൾക്ക് ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള റിസൾട്ടുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയുന്നു എന്ന് മാത്രം, കിട്ടിയോ. അപ്പോൾ അതിൽ ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത്, പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് Q of √2, √3, Q of √2, √3 അത് എക്സ്റ്റൻഷൻ ഓഫ് Q ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഇത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ Q ആണോ, അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ Q ആവണമെങ്കിൽ എന്താവണം, ഇറ്റ് ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് സം കളക്ഷൻ ഓഫ് പോളിനോമിയൽസ് ഇൻ Q of X ആവണം അല്ലേ. ഇത് Q of Xൽ ഏതെങ്കിലും തൊട്ട് മുൻപ് ഒരു കളക്ഷൻ എടുത്തു, x⁴ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോളിനോമിയൽ വരുന്നത് അല്ലേ, അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയിരുന്നു ഇത്, ഞാൻ വീഡിയോ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് വി ക്യാൻ കൺസിഡർ ദിസ് ഫീൽഡ് ആസ് a splitting field over Q, since it is a splitting field of some x⁴ minus 5x², minus 5x² plus 6 അല്ലേ. ഈ എന്ന് പറയുന്ന ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ഇത്, കിട്ടിയല്ലോ. സോ വി ക്യാൻ കൺസിഡർ ദിസ് ആസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ ഏതെങ്കിലും ഒരു കളക്ഷൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയാൽ മതി. സോ ദിസ് ഇസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ
Q. You know that this is also a finite extension of Q. This is a splitting field. Also, this is a finite extension of Q. Okay. So, you already proved that. നമ്മളൊരു ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു അല്ലേ അതിൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ഇൻഡെക്സ് ഓഫ് Q of root 2, root 3 over Q. യെസ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. എന്തായിരുന്നു? I psi root 2 minus root 2 psi root 3 മൈനസ് റൂട്ട് 3. ഞാൻ ഐസോമോർഫിസംസ് ലിസ്റ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കോമ്പോസിഷൻ 4 അല്ലേ? അപ്പോൾ ഇൻഡെക്സ് 4 ആയിരുന്നു അല്ലേ? അപ്പം തൊട്ട് മുൻപ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ട് പ്രകാരം അല്ലേ, തൊട്ട് മുൻപ് പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ട് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളിതിന് I sigma 1 sigma 2 sigma 3 എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻഡെക്സ് 4 ആണ് അല്ലേ? അപ്പോൾ ഇതിലെ ഈ ഗ്രൂപ്പിലെ E എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ F ആണല്ലോ. അപ്പോൾ ഈ റിസൾട്ട് പ്രകാരം കാർഡിനാലിറ്റി ഓഫ് G ഓഫ് Q ഓഫ് root 2, root 3 over Q എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. കിട്ടിയാ? ഇനി എനിക്ക് നിങ്ങളോട് എപ്പോഴും ഒരു കൺഫ്യൂഷൻ കുട്ടികളുടെ ഈ x³ -2 ഇത് വളരെ പ്രത്യേകതകളുള്ള ഒരു പോളിനോമിയലാണ് കേട്ടോ. ദിസ് ഇസ് എ പോളിനോമിയൽ. വി ക്യാൻ കൺസിഡർ ദിസ് ആസ് എ പോളിനോമിയൽ ഇൻ Q of x. കിട്ടിയാ? അപ്പോൾ ഒറ്റ നോട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും വരുന്നൊരു മിസ്റ്റേക്ക്, ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറയുന്ന സമയത്ത് വരുന്നൊരു പ്രോബ്ലം ആണ്. തെറ്റ് വരുത്താൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, നിങ്ങൾ പെട്ടെന്ന് എഴുതാൻ പോകുന്നത് 2 raised to 1/3. സോ ദി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദിസ് തെറ്റാണത് കേട്ടോ, തെറ്റാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ എഴുതാൻ പോകുന്നത്. ഇത് തെറ്റാണ് കേട്ടോ. അപ്പോൾ Q of 2 raised to 1/3 എന്ന് പറയുന്ന ആള് ഈസ് നോട്ട് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ Q. ഇത് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിരിക്കണം. എന്ന് എത്ര പറഞ്ഞാലും പിന്നെയും Q of 2 raised to 1/3 is not a splitting field. Is not a splitting field. Splitting field over Q. കാരണം എന്താ? ഇത് നോക്കൂ, ഒരു 0 എന്താണ്? ഈ പോളിനോമിയലിന്റെ ഒരു 0 2 raised to 1/3 ആണ്. പക്ഷെ ഇതിന്റെ 3 zeros ഇല്ലേ? ഇതിന്റെ ബാക്കി 2 zeros ആരാന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A³ - B³ എങ്ങനെ എഴുതാം? A - B. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതിക്കോളൂ. 1/3. അപ്പോൾ A - B ഇൻറ്റു A² പ്ലസ് നമ്മൾ ആ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള A² പ്ലസ് AB A² പ്ലസ് AB പ്ലസ് B² അല്ലേ? അപ്പോൾ ഒരു 0 2 raised to 1/3 ആണെന്ന് മനസ്സിലായി. ഇത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആവണമെങ്കിൽ എന്താണ്? സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് Q ആൻഡ് ഓൾ ദി സീറോസ് ഓഫ് സം കളക്ഷൻ ഓഫ് പോളിനോമിയൽസ് ഇൻ Q ഓഫ് X. അങ്ങനെ ഒരു കളക്ഷനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നോക്കൂ, ഇങ്ങനെ ഒരു ഇതാണ് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരിക. പക്ഷെ ഇതിന്റെ സീറോസിനെ കുറിച്ച് നോക്കിക്കോളൂ. ഒരു 0 2 raised to 1/3 ആണ്. ബാക്കി 2 സീറോസിന് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം കേട്ടോ. എന്താ വരുന്നത്? -b. X എന്ത് വരും? -b എന്ന് പറയുമ്പോൾ ഇവിടെ -2 raised to -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് B². 2 raised to 2/3 അല്ലേ? B² മൈനസ് 4AC 2 raised to 1/3 സോറി 2/3 C2/2A 2 അല്ലേ? ഇതെന്ത് ചെയ്യാം? -2 raised to 1/3 പ്ലസ് ഓർ മൈനസ് 2 raised to 2/3 പുറത്തോട്ട് എടുക്കുമ്പോൾ 2 raised to 1/3 ആവും. 1 ബാക്കി എന്താ വരുന്നത്? ഇവിടെ 1 വരും. ഇവിടെ ഡിവൈഡഡ് ബൈ. അപ്പോൾ -2 raised to 1/3 പ്ലസ് ഓർ മൈനസ് 2 raised to 1/3 1 - 4 -3. അപ്പോൾ എന്താ വരുന്നത്? I√3 -3 അല്ലേ വരുന്നത്? I√3. അപ്പോൾ ബാക്കി 2 സീറോസ് ആരൊക്കെയാണ്? ഇതിൻ്റെ -2 raised to 1/3 പ്ലസ്
ഇത് വേണേൽ പുറത്തോട്ട് എടുക്കാമല്ലോ. -2^1/3 + 2^1/3 i√3/2 ഒരാൾ. അടുത്ത ആൾ ആരാ? -2^1/3 മൈനസ് അല്ലേ /2. അപ്പോൾ 2 സീറോസ് ഇതും 1 സീറോ ഇതുമാണ് അല്ലേ. ഈ ഫീൽഡിനകത്ത് എന്തായാലും i√3 ഇല്ലാന്ന് നിങ്ങൾക്കറിയാം. 2^1/3 ഉണ്ട് ഈ ഫീൽഡിനകത്ത്, പക്ഷെ i√3 ഇല്ല. സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആവണമെങ്കിൽ എന്താ? ഈ പോളിനോമിയൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് Q ആൻഡ് ഓൾ ദി സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ. അപ്പോൾ ഇതിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ Q ആക്ച്വലി ആരാണ്? x³ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. x³ -2 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ Q. വാട്ട് ഈസ് ദി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദിസ് പോളിനോമിയൽ x³ -2 ഓവർ Q? It is the smallest field containing Q and all the zeros of this polynomial. One of the zero is 2^1/2 and the remaining two zeros are this. So what is the smallest field containing Q and all the zeros of this collection? ആരാണ്? Q of. അടുത്ത തെറ്റ് വരുത്തുന്നത് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ 2^1/3 വേണം, അത് ചേർത്തു. ഇനി ആര് വേണം? 2^1/3 വന്നു കഴിഞ്ഞു. ഇനി ആരാ ഇല്ലാത്ത? 2 ഓൾറെഡി അതിലുണ്ട്, ക്യൂവിലുണ്ട്. i√3. ഇവിടെ നിങ്ങൾ വരുത്തുന്ന ആക്ച്വലി ഇതാണ് അതിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ Q. ഇവിടെ നിങ്ങൾ വരുത്താൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് Q of 2^1/3, i(√3) എന്ന് എഴുതി കഴിഞ്ഞാൽ പോയി. ഇതെന്താ? ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലും വലിയ ഫീൽഡാണ്. ഈ സീറോസിനെയൊക്കെ കണ്ടെയ്ൻ ചെയ്യും. പക്ഷേ നമ്മൾക്ക് എന്താ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോൾ വേണ്ടത്? ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് Q ആൻഡ് ഓൾ ദി സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ അല്ലേ. ഫീൽഡിന്റെ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ 2^1/3 i√3 ഉണ്ടെങ്കിൽ ഈ സമ്മും ഇതെല്ലാം അതിനകത്ത് ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിനെക്കാട്ടിലും വലിയ ഫീൽഡാണ്. ഇതിന്റെ ഡിഗ്രി ഓവർ Q. അത് അവിടെ ഒരു കോമയാണ് പ്രശ്നം ഉണ്ടായത്. ആ കോമയാണ് എല്ലാവരും വാല്യുവേഷൻ സമയത്ത് നോക്കുക, കോമ ഉണ്ടോ എന്നുള്ളത്. കോമ ഉണ്ടെങ്കിൽ തെറ്റ്. കാരണം ഇതിന്റെ ഡിഗ്രി ഓവർ Q നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക എന്താ വരുന്നത്. ഇതിന്റെ ഡിഗ്രി ഓവർ Q കണ്ടുപിടിച്ച് നോക്കുക. ഇത് വലിയ ഫീൽഡാണ്. ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡാണ് ഇത്. കിട്ടിയോ? അപ്പോൾ ആക്ച്വലി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് x³ -2 ഓവർ Q എന്ന് പറയുന്നത് ഇതാണ്. കോമ ഇടരുത്. അറിയാണ്ട് ഒരു രസത്തിന് ഇങ്ങനെ കോമ ഇട്ട് പോയി കഴിഞ്ഞാൽ ആളായി മാറിപ്പോവും. കിട്ടിയോ? അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം വരാൻ പോകുന്നത്, അടുത്തൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിന്റെ ഓർഡറുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ആദ്യത്തെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം തന്നെ ഞാൻ ചെയ്യാം. Q of cube root of 2 over Q. What is the order of this group? ഓക്കെ. അപ്പോൾ ആദ്യം നോക്കുക, ഇതിവിടെ ക്യാരക്ടറിസ്റ്റിക് 0 ആണോ നോക്കുക. അതെ അല്ലേ, ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡാണ്. ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡ് ആണെങ്കിൽ ഈ റിലേഷൻ, അതുപോലെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡും ആണെങ്കിൽ ഈ റിലേഷൻ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കൂ, cube root of 2 എന്ന് പറയുന്നത് 2^1/3 ഓവർ Q എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ Q ആണോ? ഇത് ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. ഇനി ഇത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ Qവും കൂടെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഇക്വാലിറ്റി അപ്ലൈ ചെയ്യാം. പക്ഷേ ഇപ്പൊ നമ്മൾ കണ്ടു cube root of 2 അല്ലെങ്കിൽ Q of 2^1/3 is not a splitting field over Q. കിട്ടിയോ? is not a splitting field over Q. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ വാട്ട് ഈസ് ദി കാർഡിനാലിറ്റി ഓഫ് ദിസ് ഗ്രൂപ്പ്? എത്ര ഓട്ടോമോർഫിസംസ് ഉണ്ട്? എത്ര റോസ് ഉണ്ട്? ക്യൂബ് റൂട്ട് ഓഫ് 2ൽ നിന്ന് ക്യൂബ് റൂട്ട് ഓഫ് 2ലോട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ലീവിങ് Q ഫിക്സഡ് എത്ര എണ്ണം ഉണ്ടാവും? പെട്ടെന്ന് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാലേ ആ റിസൾട്ടൊക്കെ അപ്ലൈ ചെയ്യും. പക്ഷേ ഇത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ Q ആണെങ്കിൽ മാത്രമേ ആ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഓട്ടോമോർഫിസംസ് എഴുതി തന്നെ നോക്കണം. എങ്ങനെ നോക്കും? ലീവിങ് Q ഫിക്സഡ് ആയിട്ടുള്ള ക്യൂബ് റൂട്ട് ഓഫ് 2ൽ നിന്ന് എങ്ങനെ നോക്കുക?
ഇവിടെ എക്സ്ട്രാ വരുന്ന ആളെ ലീവിങ് ക്യൂ ഫിക്സഡ് ആയതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇയാളെ എങ്ങോട്ട് മാപ്പ് ചെയ്താലാണ് ഓട്ടോമോർഫിസ് ആവുക? ഈ കൂടെ വന്നിട്ടുള്ള ആളെ അയാളുടെ കോൺജുഗേറ്റിൽ ഒന്ന് ഐഡന്റിറ്റി മാപ്പ്, അത് ക്ലിയർ ആണ്. അതൊഴികെ ബാക്കി എങ്ങനെ വരിക? ഇതിനെ കോൺജുഗേറ്റിലോട്ട് മാപ്പ് ചെയ്യിക്കണം. ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഇറഡ്യൂസിബിൾ പോളിനോമിയൽസിന്റെ സീറോസ് അല്ലേ? അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയൽ നമ്മൾ കണ്ടതാണ്, x³ - 2/q അല്ലേ? അപ്പൊ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ പോളിനോമിയലിന്റെ ബാക്കി സീറോസ് 2⁻⁴ ഒരു സീറോ ആണ്. അതിന്റെ കോൺജുഗേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കി സീറോസ് ആരൊക്കെയാണത്? ഇതൊക്കെയാണ് കണ്ടത്. പക്ഷെ ഇതൊന്നും എവിടെ ഇല്ല, ഇതിനകത്തില്ല. അപ്പൊ ആകെ ഏത് മാത്രമേ ഉള്ളൂ? ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ വാട്ട് ഈസ് ദി കാർഡിനാലിറ്റി ഓഫ് ദിസ് ഗ്രൂപ്പ്? ഈ ഗ്രൂപ്പിന്റെ കാർഡിനാലിറ്റി എന്താണ്? 1 ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇവിടെ എടുക്കുന്ന, അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രോബ്ലം എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പൊ നമ്മൾ ഇനി ജനറൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെയുള്ള ആളുടെ ക്യാരക്ടറിസ്റ്റിക് 0 ആണോ അല്ലെങ്കിൽ ഇത് ഫൈനൈറ്റ് ഫീൽഡ് ആണോ നോക്കുക, ഇത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ ഇതാണോ നോക്കുക. കിട്ടിയോ? ഇത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ ഇതോ ആണ്, ഇത് ക്യാരക്ടറിസ്റ്റിക് 0 ആണ്, ഇത് ഫൈനൈറ്റ് എക്സ്റ്റൻഷനും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ കാർഡിനാലിറ്റിയും ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് തരുന്ന ആളുടെ ഇതും, അതായത് ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യും. ഇവിടെ ഇത് അതിനെല്ലാം ഉള്ള ഒരു എക്സംഷനാണ് ഇത്. കിട്ടിയോ? അപ്പൊ ഇതിന്റെ ഇത് പ്രത്യേകം നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഞാൻ എത്ര പറഞ്ഞാലും പിന്നെയും, അപ്പൊ എക്സാമിന് ഇത് എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.